ഹായ് കൂട്ടുകാരെ, വധശിക്ഷയ്ക്ക് വിധിച്ച നമ്മുടെ തെന്നാലി രാമൻ എങ്ങനെ കൃഷ്ണദേവരായരുടെ മുന്നിൽ എത്തുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. പഴയ കഥയുടെ ബാക്കിയാണ്. ആദ്യ ഭാഗം കേട്ടിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നിരപരാധിയായ തെന്നാലി രാമനെ വധിച്ചതോടെ കൃഷ്ണദേവരായരുടെ ഊണും ഉറക്കവും മനസ്വസ്ഥതയും എല്ലാം നശിച്ചു. നിഗ്രഹം പാവമാണെങ്കിൽ ബ്രാഹ്മണ നിഗ്രഹം പടുപാതകമാണ്. 7 ജന്മങ്ങളിൽ പോലും ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലം ആത്മാവിനെ വിട്ടകലുകയില്ല. വേട്ടയാടപ്പെടുന്ന ദുശ്ചിന്തകളുമായി മഹാരാജാവ് പരിതപിക്കുകയായിരുന്നു. താതാചാര്യയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. തെന്നാലിരാമൻ്റെ വൈരാഗ്യം മുഴുവൻ തന്നോടായിരുന്നു. വാസ്തവത്തിൽ താൻ രാമനെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. ആ പകയെല്ലാം അവൻ്റെ ആത്മാവ് തന്നോട് തീർക്കാതിരിക്കുകയില്ല. അന്തപുരത്തിലെ റാണിമാരുടെ സ്ഥിതി അതിലും ഗുരുതരമായിരുന്നു. സദാ നേരവും രാമൻ്റെ ആത്മാവിൻ്റെ ശബ്ദവും നോട്ടവും അവരെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ പിന്നാലെ മറ്റാരുടെയോ കാൽപ്പെരുമാറ്റം കേൾക്കുന്നത് പോലെയും കഴുത്തിനു നേരെ കരങ്ങൾ നീണ്ടുവരുന്നതായും അവർക്ക് തോന്നി. രാത്രികാലങ്ങളിൽ ബ്രഹ്മരക്ഷസിനെ പേടിച്ച് ജനങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങാതെയായി. 4 കൂടുന്ന സകല സ്ഥലങ്ങളിലും തെന്നാലിരാമൻ്റെ പ്രേതത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അരമന ജ്യോത്സ്യന്മാരുടെ പ്രശ്നവിധി പ്രകാരം തെന്നാലിരാമൻ്റെ പ്രേതത്തെ ആവാഹിച്ച് 101 ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ 10 നാഴിക അകലെയുള്ള അരയാൾ വൃക്ഷത്തിൽ കുടിയിരുത്തണമെന്ന് തീരുമാനവുമായി. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അമാവാസി നാളിൽ അർദ്ധരാത്രി വേളയിൽ രാജപുരോഹിതൻ ഉൾപ്പെടെ 101 ബ്രാഹ്മണ പുരോഹിതന്മാർ അരയാൾ വൃക്ഷച്ചുവട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്നു. അരമനയിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്ന ആലോചനകളും തൻ്റെ പ്രേതത്തെ അരയാലിൽ തറയ്ക്കുന്നതിന് രാജപുരോഹിതൻ ഉൾപ്പെടെ 101 പേർ അർദ്ധരാത്രിയിൽ പുറപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന കാര്യവും അപ്പോഴപ്പോൾ നമ്മുടെ തെന്നാലിരാമനും അറിയുന്നുണ്ടായിരുന്നു. ജീവനോടിരിക്കുന്ന തൻ്റെ പ്രേതത്തെ പിടികൂടി അരയാലിൽ തറയ്ക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന വിഡ്ഢികളായ പുരോഹിതന്മാരുടെ ബുദ്ധിഹീനതയെക്കുറിച്ച് തെന്നാലിരാമൻ ചിരിച്ചുപോയി. അന്ന് സന്ധ്യാസമയത്ത് ചില പ്രത്യേക തരം സാധനങ്ങളും സംഭരിച്ചുകൊണ്ട് തെന്നാലിരാമൻ വേഗത്തിൽ നടന്നു. അമാവാസി ദിവസം രാവിലെ കൂരിരുട്ട് വീണ് ഭൂമിദേവിയുടെ മുഖം കറുത്തിരുന്നു. അരയാൾ വൃക്ഷച്ചുവട്ടിൽ സന്നിഹിതരായിരുന്ന പുരോഹിതന്മാർ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന തെന്നാലിരാമൻ്റെ ദുരാത്മാവിനെ ആവാഹിച്ച് വൃക്ഷത്തിൽ കുടിയിരുത്തുന്നതിനായി അഥർവ മന്ത്രങ്ങൾ ഉരുവിട്ട് അശാന്ത പരിശ്രമം നടത്തുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും രാമൻ്റെ ദുരാത്മാവ് തങ്ങളെ പിടികൂടിയേക്കുമെന്ന ഉത്ഭയവും കൊണ്ട് ആ പുരോഹിതന്മാരുടെ തൊണ്ട ഇടർന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് അരയാൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ ഉലയുന്നതായി അവർക്ക് തോന്നി. ഇലകളുടെ മർമ്മര ശബ്ദം അവരുടെ അന്തരാത്മാവിൽ ഭയപ്പാടിൻ്റെ വാൾമൂനകൾ കുത്തിയിറക്കി. പേടിച്ചരണ്ടുപോയ പുരോഹിതന്മാർ ജീവനും കൊണ്ട് പല ഭാഗങ്ങളിലേക്കും പാഞ്ഞു. സാവകാശത്തിൽ അരയാൾ വൃക്ഷത്തിൽ നിന്നിറങ്ങിയ തെന്നാലിരാമൻ പേടിച്ചു മടങ്ങുന്ന ഭീരുക്കളായ പുരോഹിതന്മാരെ നോക്കി പരിഹാസഭാവത്തിൽ ചിരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. നേരം നല്ലതുപോലെ പുലരുന്നതുവരെ പുരോഹിതന്മാരുടെ നടുക്കം തീർന്നിരുന്നില്ല. പിന്നീട് അരമനയിലെത്തി മഹാരാജാവിനെ മുഖം കാണിച്ച അവർ സകല വിവരങ്ങളും ഉത്ഭയത്തോടെ തിരുമനസിനെ അറിയിച്ചു. രാജാവിന് ആദിയായി. പലരുമായി ആലോചിച്ച ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തെന്നാലിരാമൻ്റെ പ്രേതാത്മാവിനെ പിടികൂടി പ്രതിഷ്ഠിക്കുന്ന ആൾക്ക് 1000 സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നതാണ്. രാജകിങ്കരന്മാർ ഈ വാർത്ത പെരുമ്പറയടിച്ച് നാട് മുഴുവൻ വിളംബരം ചെയ്തു. വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന തെന്നാലിരാമനും ആ പ്രഖ്യാപനം കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രയോഗം ശരിക്കും ഫലിച്ചിരിക്കുന്നു. അന്ധവിശ്വാസികളെ നേരെയാക്കുവാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കുകയില്ലെന്ന് തോന്നുന്നു. അയാൾ ഓർത്തോർത്ത് ചിരിച്ചു. തൻ്റെ പ്രേതത്തെ പിടികൂടുന്നതിന് മഹാരാജാവ് പ്രഖ്യാപിച്ചിട്ടുള്ള 1000 പൊന്നാണയങ്ങളും കൈവിട്ടു പോയിക്കൂടാ. അതെപ്രകാരമാണ് സാധിക്കേണ്ടതെന്നുള്ള ചിന്തയായിരുന്നു തെന്നാലിരാമൻ്റെ മനസ്സിൽ. അങ്ങനെ വിളംബരം ചെയ്ത് 3 ദിവസം കഴിഞ്ഞിട്ടും തെന്നാലിരാമൻ്റെ പ്രേതാത്മാവിനെ അമർച്ച ചെയ്യുന്നതിനായി പുരോഹിതന്മാരോ മന്ത്രവാദികളോ രാജാവിനെ മുഖം കാണിക്കുവാൻ എത്തിയില്ല. കൃഷ്ണദേവരായർ ചിന്താകുലനായി ആസ്ഥാന മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു. സമീപത്ത് രാജപുരോഹിതനുമുണ്ടായിരുന്നു. ശരിയായ മാർഗത്തിൽ കൂടി നല്ലൊരു ഉപദേശം നൽകി മഹാരാജാവിന് സമാധാനമേകുവാൻ താതാചാരിക്ക് കഴിഞ്ഞില്ല. പ്രശ്നം ഗുരുതരമായി അപ്പോഴും അവശേഷിച്ചു. പൊന്നു തിരുമേനി, അങ്ങയെ മുഖം കാണിക്കുവാൻ പുറത്തൊരു മഹായോഗി കാത്തു നിൽക്കുന്നു. തിരുമുമ്പിലെത്തിയ സേവകർ മഹാരാജാവിനെ വിവരമറിയിച്ചു. വരാൻ പറയൂ. കൃഷ്ണദേവരായർ അനുവാദം കൊടുത്തു.
ദണ്ഡകമണ്ഡലങ്ങളുമേന്തി ജടാമുടികളുമായി രുദ്രാക്ഷമാലകളണിഞ്ഞ് കാഷായ വസ്ത്രധാരിയായ ഒരു യോഗി വര്യൻ രാജസന്നിധിയിലേക്ക് കടന്നു വന്നു. ആ പുണ്യാത്മാവിനെ ദർശിച്ചപ്പോൾ താതാചാര്യയും കൃഷ്ണദേവരായരും അറിയാതെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. പ്രതിവന്ദനം ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കിയ യോഗി ഗാംഭീര്യത്തോടെ താതാചാര്യയെയും മഹാരാജാവിനെയും ചുഴിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇരുവരും കുറ്റക്കാർ തന്നെ. ഒരു നിരപരാധിയെ കൊലപ്പെടുത്തുന്നതിന് രണ്ടുപേരും തുല്യ പങ്ക് വഹിച്ചിരിക്കുന്നു. യോഗീശ്വര, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നമുക്ക് സംഭവിച്ചു പോയ അപരാധമാണത്. കൃഷ്ണദേവരായർ സങ്കടത്തോടെ ആ യോഗിയോട് പറഞ്ഞു. ധാരണപ്പിശക് കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു വിലപ്പെട്ട ജീവനാണ്. നല്ല ധാരണയുണ്ടാവുമ്പോൾ അത് തിരികെ നൽകുവാൻ അങ്ങയ്ക്ക് സാധിക്കുമോ? യോഗീശ്വരന്റെ ചോദ്യം കേട്ട് പതറിപ്പോയ മഹാരാജാവ് കുറ്റബോധത്തോടെ തല കുമ്പിട്ടിരുന്നു. പാവനമായ പുരോഹിത വേഷം ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ പകയുടെ പ്രതീകമായ വേട്ടപ്പുലിയുടെ സ്വഭാവമാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. യോഗീശ്വരന്റെ ചോദ്യം കേട്ട് താതാചാരി ഞെട്ടിത്തെറിച്ച് ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു. യോഗീശ്വര, നാം അറിയാതെ അപരാധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ചരുളിയാലും. അങ്ങനെ നിസാരമായി ക്ഷമിക്കത്തക്ക ഒരു കുറ്റമാണോ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത്? സ്വാമി, ദുർബലമായ ഒരു നിമിഷത്തിൽ പെട്ടുണ്ടായ കോപത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ക്ഷമാപണ രൂപത്തിൽ കൃഷ്ണദേവരായർ പറഞ്ഞു. രാജാവിന് തൻ്റെ 2 കണ്ണുകൾ മാത്രം പോരാ. വിശ്വസ്തന്മാരായ പല ചാരന്മാരുടെയും നയനങ്ങൾ നീതിപാലനത്തിന് അദ്ദേഹത്തെ സഹായിക്കുവാനുണ്ടായിരിക്കണമെന്നുള്ളതാണ് രാജനീതി. അതുപദേശിച്ചു തരേണ്ട രാജപുരോഹിതൻ പോലും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്യായത്തിന് കൂട്ടുനിൽക്കുകയാണ്. യോഗീശ്വരൻ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഇനിയൊരിക്കലും ഇതുപോലൊരു അനീതി നാം പ്രവർത്തിക്കുകയില്ല. ദയവ് ചെയ്ത് തെന്നാലിരാമന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനുള്ള മാർഗം ഉപദേശിച്ചു തന്നാലും. രാജാവ് വളരെ താഴ്മയോടെ യോഗിയോട് അപേക്ഷിച്ചു. ആട്ടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്തായിരുന്നു? അത് അദ്ദേഹം നമ്മുടെ അധികാരങ്ങളിൽ കൈകടത്തുകയും നമ്മുടെ അനുവാദം കൂടാതെ ഒരു അന്തഃപുരം കാവൽക്കാരനെ മർദ്ദിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. കഷ്ടം. ആദ്യത്തേത് മിഥ്യാധാരണയും ദുരുപദേശം കൊണ്ട് തോന്നിപ്പിച്ചതുമാണ്. രണ്ടാമത്തേത് അന്വേഷണം കൂടാതെയുള്ള എടുത്തുചാട്ടമാണ്. നിങ്ങളുടെ ഉന്നമനത്തിൽ സദാ ജാഗരൂകനായിരുന്ന രാമൻ അന്തഃപുരത്തിൽ കാണപ്പെട്ട ദുരാചാരത്തിന് തക്കതായ ശിക്ഷ നൽകുകയാണുണ്ടായത്. അങ്ങ് പറയുന്നത്? മഹാരാജാവ് വളരെ ആകാംക്ഷയോടെ കാര്യം അന്വേഷിച്ചു. അതേ തിരുമേനി, സ്നാനഘട്ടത്തിൽ നീരാടിക്കൊണ്ടിരുന്ന മഹാറാണിയുടെ മേനിയഴക് നീചനായ ഒരു കാവൽക്കാരൻ ഒളിഞ്ഞു നിന്ന് ആസ്വദിക്കുന്നത് നന്ദിയുള്ള ഒരു രാജസുഹൃത്തിന് കണ്ടു നിൽക്കുവാൻ കഴിയുമോ? ദൈവമേ, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന തെന്നാലിരാമനെ യാതൊരു കാരണവും കൂടാതെ വധിക്കുവാൻ നാം ഉത്തരവിട്ടല്ലോ. ഈ മഹാപാപത്തിൽ നിന്ന് കരകയറുവാൻ നാം എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? കുറ്റബോധത്താൽ മനംനൊന്ത മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാരാജാവേ, പശ്ചാത്താപമാണ് മഹത്തായ പ്രായശ്ചിത്തം. ഈ രാജപുരോഹിതനെ പോലുള്ള ദുരാചാരികളുടെ പ്രേരണ നിമിത്തമാണ് നല്ലവനായ അങ്ങ് കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതി വീഴുന്നത്. മേലിൽ ഉണർന്ന് പ്രവർത്തിക്കുക, അന്വേഷിച്ചു കണ്ടറിയുക, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ പഠിക്കുക. മുഖസ്തുതി പറയുന്നവൻ സ്വാർത്ഥ തൽപരനാണെന്നും ഇഷ്ടപ്പെടാത്ത സത്യം മുഖത്തു നോക്കി ധൈര്യമായി പറയുന്നവൻ ആത്മാർത്ഥ സുഹൃത്താണെന്നും തിരിച്ചറിയുക. അങ്ങയുടെ ഈ ഉപദേശം നാം ഒരിക്കലും മറക്കുകയില്ല. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന രാമന്റെ ആത്മശാന്തിക്ക് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? രാജാവിന്റെ ആത്മാർത്ഥതയും രാമനോടുള്ള സ്നേഹവും സിദ്ധയോഗിക്ക് ബോധ്യമായി. അദ്ദേഹം ചോദിച്ചു, തിരുമനസേ, രാമന്റെ ആത്മശാന്തിയാണോ പുനർജന്മമാണോ അങ്ങ് കാക്ഷിക്കുന്നത്? പുനർജനിക്കേണ്ട, ആത്മാവിന് ശാന്തിയേകിയാൽ മാത്രം മതി. അതുവരെ മൗനം പാലിച്ചിരുന്ന പുരോഹിതൻ ചാടി എഴുന്നേറ്റ് അഭിപ്രായം പറഞ്ഞു. രാമൻ പുനർജീവിച്ചാൽ പിന്നെ തനിക്ക് സ്വൈര്യമുണ്ടാവുകയില്ല. അവൻ പോയ വഴിയെ പോകുന്നതാണ് നല്ലത്. ഈ സിദ്ധയോഗിക്ക് സർവ്വ കഴിവുകളുമുണ്ടെന്നാണ് തോന്നുന്നത്. ഇയാൾ ആ തെന്നാലി രാമന് പുനർജന്മം കൊടുക്കുമോ എന്തോ? താതാചാരി വേവലാതി പൂണ്ടു. യോഗീശ്വര, നമ്മുടെ തെന്നാലി രാമനെ പുനർജീവിപ്പിക്കുവാൻ സാധിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? നല്ല മനസ്സുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് എന്താണ് സാധിക്കുവാൻ കഴിയാത്തതായുള്ളത്? അങ്ങനെയെങ്കിൽ നമ്മുടെ രാമൻ വീണ്ടും തിരിച്ചു വരുമെന്നോ? സ്വാമി, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ നാം സന്നദ്ധനാണ്. പക്ഷേ അതിന് താങ്കൾ പ്രഖ്യാപിച്ചിട്ടുള്ള 1000 പൊൻനാണയങ്ങൾ മതിയാകുമെന്ന് തോന്നുന്നില്ല. 10,000 പൊൻനാണയങ്ങൾ ആയിക്കൊള്ളട്ടെ.
അതിലും കൂടുതൽ വേണമെങ്കിലും നമ്മുടെ രാമന്റെ ജീവന് വേണ്ടി നാം നൽകുവാൻ തയ്യാറാണ്. എന്നാൽ പൊന്നാണയങ്ങൾ തന്നോളൂ. അങ്ങയുടെ രാമനെ പുനർജീവിപ്പിക്കുന്ന കാര്യം നാം ഏറ്റിരിക്കുന്നു. രാമന്റെ ജീവൻ തിരികെ ലഭിക്കുന്നതിനായി 10,000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ കിഴി കൃഷ്ണദേവരായർ സിദ്ധയോഗിക്ക് സമ്മാനിച്ചു. ഹരേ രാമ, തെന്നാലി രാമ, ഇതാ നമ്മുടെ പൊന്ന തിരുമനസിന് മാനസാന്തരമുണ്ടായിരിക്കുന്നു. നീ നിരപരാധിയാണെന്ന് അദ്ദേഹം ആണയിട്ട് സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ജീവനു വേണ്ടി അദ്ദേഹം കനിഞ്ഞു നൽകിയിരിക്കുന്നത് 10,000 പൊന്നാണയങ്ങളാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾക്ക് വേഗത വർദ്ധിപ്പിക്കാതെ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. പുരോഹിതന്റെ വിഷമതകൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മാനസാന്തരമുണ്ടാകാത്ത ഒരു കാണ്ടാമൃഗത്തിന് സാദൃശ്യനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സിദ്ധയോഗി തൻ്റെ താടിയും ജടാമുടികളും എടുത്തു മാറ്റി. അവിടെ തന്ത്രശാലിയായ തെന്നാലി രാമൻ ജീവനോട് പ്രത്യക്ഷപ്പെട്ടു. രാമ, തെന്നാലി രാമ, നമ്മുടെ പൊന്നു രാമ! തൻ്റെ രാമനെ തിരിച്ചു കിട്ടിയതിൽ മഹാരാജാവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അയ്യോ, ആ ദുഷ്ടരാമൻ ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. കുറ്റബോധം കൊണ്ട് വീർപ്പൂട്ടിയ താതാചാരിക്ക് ബോധം നഷ്ടപ്പെട്ടു. തൻ്റെ കയ്യിൽ കിട്ടിയ പൊന്നാണയക്കിഴിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് തെന്നാലി രാമൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഊറിച്ചിരിച്ചു.